ദൈവത്തിൻ്റെ ത്രിയേക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും നമുക്ക് ദൈവശബ്ദം ശ്രവിക്കാം. ഇന്നത്തെ വായനാ ഭാഗം യെശയ്യാ പ്രവചനം 64 മുതൽ 66 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം യെശയ്യാ പ്രവചനം 65 അധ്യായം 1 വാക്യം. എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാനിടയായി. എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജാതിയോട് ഇതാ ഞാൻ എന്ന് പറഞ്ഞു. നിയോഗത്തിൻ്റെ നങ്കൂരമിളകുമ്പോൾ ഇടപെടലുകൾ നടത്തുന്ന ദൈവം ചില പൊളിച്ചെഴുത്തുകളെ സാധ്യമാക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ വായനാ ഭാഗത്ത് നാം കാണുന്നത്. ഇസ്രായേൽ ജനതയുടെ സംസ്കാരം ദൈവ കേന്ദ്രീകൃതമാണ്. അത് ദൈവിക ക്രമീകരണവും ദൈവത്തിൻ്റെ വഴി നടത്തലുമാണ്. ഈ വേദഭാഗത്ത് ദൈവം തൻ്റെ ജനത്തിൻ്റെ സംസ്കാരത്തിൻ്റെ തകർച്ചകളെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ദൈവിക കൽപ്പനകൾ വികലമാക്കപ്പെടുന്ന അനുഭവം. 10 കൽപ്പനകളാണ് ഇസ്രായേൽ ജനത്തിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും കാരണമാകുന്ന ചരട്. അതാണ് നമ്മോട് വേദപുസ്തകം പറയുന്ന വലിയ സത്യം. കൽപ്പനകൾ വികലമാക്കപ്പെടുമ്പോൾ സംസ്കാരത്തിൻ്റെ ആണിക്കല്ലിനാണ് ഇളക്കം തട്ടുന്നത്. വിഗ്രഹങ്ങളെ സേവിക്കരുത് എന്ന് പറയുമ്പോൾ ജനം തോട്ടങ്ങളിൽ ബലി കഴിക്കുകയും ഇഷ്ടികയിൽ ധൂപം അർപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുക വഴി കൽപ്പനയാൽ ബന്ധിതമായ ദൈവ മനുഷ്യ ബന്ധത്തിനും സംസ്കാരത്തിനും ഇളക്കം സംഭവിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഇടയിലും അദൈവങ്ങൾ പെരുകുന്നില്ലേ? തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി കൽപ്പനകളെ വികലമാക്കുമ്പോൾ ദൈവം ഇവിടെ വേദനയോടെ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. കൽപ്പനകളുടെ ജീവൻ ഉൾക്കൊണ്ട് അതിനെ പരിപാലിക്കുവാനും നമ്മുടെ ജീവനുള്ള ദൈവത്തെ മുറുകെ പിടിക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കണം. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന കൽപ്പനകളിൽ നമുക്ക് പാലിക്കുവാനായിട്ട് കഴിയാത്തത് എന്തെങ്കിലും ഇന്ന് ഉണ്ടോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ടാമതായിട്ട് കാണുവാൻ സാധിക്കുന്നത് തകർക്കപ്പെട്ട ഭക്ഷണമേശയുടെ അനുഭവം എന്നതാണ്. മലിനമായത് യാതൊന്നും ഭക്ഷിക്കരുത് എന്ന് ദൈവം തൻ്റെ ജനത്തെ അവരുടെ ജീവിത വഴികളിൽ പഠിപ്പിച്ചതാണ്. ജീവിതത്തിൻ്റെ ചരിത്ര വഴികളിൽ ദൈവം ചില അരുതുകൾ അവരോട് ഉപദേശിച്ചിരുന്നു. ദൈവസന്നിധിയിൽ നിഷിദ്ധമായ ഭക്ഷണം ഉപയോഗിക്കുന്ന ജനം ഇവിടെ ദൈവത്തെ കോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവിക ക്രമീകരണങ്ങളെയും പഠിപ്പിക്കലുകളെയും ഈ ജനം വികലമാക്കുമ്പോൾ ഇവിടെ ദൈവം പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ജനതയുടെ സംസ്കാരത്തെ കെട്ടുറപ്പിക്കുന്നതിൽ ഭക്ഷണത്തിന് അതിൻ്റെ പ്രധാന സ്ഥാനമുണ്ട്. ഏതൊരു ജനവിഭാഗത്തിൻ്റെയും വിശ്വാസ ആചാരവും ദൈവിക കൽപ്പനകളും അനുസരിച്ചാണ് അവരുടെ ഭക്ഷണ സംസ്കാരം രൂപപ്പെട്ടു വരുന്നത്. ഇവിടെ ഈ വേദഭാഗത്ത് പറയുന്നത് പന്നിയിറച്ചി തിന്നുകയും പാത്രങ്ങളിൽ അറപ്പായ ചാറ് നിറയ്ക്കുകയും ചെയ്യുക വഴി ആരാധന സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ശോഷണമാണ് ഇവിടെ വെളിവാകുന്നത്. യെശയ്യാ പ്രവചനം 65 അധ്യായത്തിൻ്റെ 4 വാക്യങ്ങളിൽ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ കൂട്ടായ്മകളിലും വിവാഹ സൽക്കാരങ്ങളിലും ക്രൈസ്തവ സംസ്കാരത്തിന് ചേരാത്ത ഭക്ഷണമേശകളല്ലേ നാമും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. മദ്യപാനം ഇന്ന് വിവാഹ സൽക്കാരാദികളിലെ മുഖ്യ ഇനമാണ്. ഓർക്കുക, ദൈവികമായി നമുക്ക് ദാനമായി ലഭിച്ച ചില സംസ്കാര മൂല്യങ്ങൾക്ക് ഇന്ന് നാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ നിയോഗത്തെ തച്ചുടയ്ക്കുന്ന സംസ്കാരങ്ങളിൽ നിന്ന് വേറിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിത വീക്ഷണങ്ങളെ ശരിയായ ദിശയിലാക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ വിളിയും നിയോഗവും മനസ്സിലാക്കി അവിടുത്തെ സന്നിധിയിൽ വിനയത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമേ. ആമേൻ.